ഹായ് എവരിബഡി, ABC വ്ളോഗേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ലിക്വിഡ് ഷുഗർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതിന് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് ഷുഗർ. അതേ 1/2 കപ്പ് ഷുഗറിനകത്ത് നമുക്ക് 1/3 വാട്ടറാണ് വേണ്ടത്. പിന്നെ നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഈ സ്പൂണിനുള്ള ലെമൺ ജ്യൂസാണ് വേണ്ടത്. പിന്നെ ഒരു പിഞ്ച് സോൾട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേക്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ലഡ്ഡു, ഈ ബേക്കറി സ്വീറ്റ് ഐറ്റംസിൽ നമുക്കിതുണ്ട്. അല്ല, നമുക്ക് ഫാറ്റ് ഐറ്റംസ് ആയിട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് ഒരു ഹോം മെയ്ഡ് ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് നമുക്ക് വേറെ അൺഹെൽത്തി ആയിട്ടൊരു പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നല്ല സ്വീറ്റ്നെസ് ആയിരിക്കും ഇതിന്. നമ്മൾ ഉണ്ടാക്കുന്ന സ്വീറ്റ്സിൽ ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഒരു കാര്യമാണ്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കാതിരിക്കല്ലേ, അടി പിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു നോൺ സ്റ്റിക്ക് തവയോ അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റീലിൻ്റെ തവയോ ഏതിനകത്തായാലും നമുക്ക് ഉണ്ടാക്കാം. നന്നായിട്ട് താത്ത് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് എല്ലാം അലിഞ്ഞു തുടങ്ങി. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഇപ്പോൾ ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് എല്ലാം ചെറുതായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നന്നായിട്ട് കാണാതെ ചെറിയ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചേക്കണം. നമുക്കൊരു കപ്പ്. നമുക്കിതിൻ്റെ കോൺസ്റ്റൻസി അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ അറിയാൻ പറ്റും ഇത് റെഡി ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി. ഇപ്പം ഇത് നല്ല ലിക്വിഡ് പോലെയാണ് ഇരിക്കുന്നത്, ആയിട്ടില്ല. നന്നായിട്ട് ഇളക്കുക. നമുക്ക് കാരമൽ സിറപ്പ് പോലെ ആകല്ലേ, നല്ല വൈറ്റ് ഗ്ലിസറിൻ വൈറ്റ് കളറ് വരണം. ഞാൻ ഈ പാത്രത്തിൽ വെള്ളത്തിൽ നല്ല ഐസ് വാട്ടറാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒഴിച്ച് കാണിക്കാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഡൈല്യൂട്ടായി. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഇതായിട്ടില്ലാത്ത. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ലെമൺ ജ്യൂസ് ഒഴിക്കണേ. ഒക്കെ വന്നു തുടങ്ങി ഇതായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഞാനൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് നീറ്റായിട്ട് ആയോ എന്നറിയാൻ ഈ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഞാൻ ഇളക്കുന്നത്. ഈ ചൂടോടെ താത്ത് വെച്ചേ ഇളക്കാവൂ. ഒരു കാരണവശാലും ഫ്ലെയിം കൂട്ടരുത്. നന്നായിട്ട് ഇളക്കി കോമള വരുന്നത് കാണാമല്ലോ. സൈഡെല്ലാം കൊടുത്ത് സൈഡെല്ലാം ക്ലിയർ ചെയ്ത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിതൊരു തണുത്ത വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. ഇത്തിരി എടുത്തിട്ട് ഇപ്പം നമുക്ക് കാണാം ഇതിനകത്ത് ഒരുമാതിരി ജെല്ലി സബ്സ്റ്റൻസ് ഉള്ള. ഇതിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഉടനെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റുന്നത്. അല്ല, ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാനാണെങ്കിൽ ഒരു ബോട്ടിലേക്ക് മാറ്റി നമുക്ക് ഫ്രീസറിൽ വെക്കാവുന്നതേ ഉള്ളൂ.